ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാർത്തോമാ സഭയിലെ ഗായക സംഘത്തെ സ്നേഹിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരെ, നമുക്കിത്ര മാത്രം അനുഗ്രഹകരമായൊരു കൂട്ടായ്മ ഒരുക്കി തരുന്ന ദൈവത്തിന് സ്തുതി. നിങ്ങളെത്രയും താല്പര്യത്തോടുകൂടെ ഇതിൽ വന്ന് സംബന്ധിച്ചു. നിങ്ങളോടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കട്ടെ. 50 വർഷത്തിനു മുമ്പ് മാർത്തോമാ സഭയുടെ ആരാധന എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 25 വർഷം എങ്ങനെയിരുന്നു, 10 വർഷം മുമ്പ് എങ്ങനെയിരുന്നു, കഴിഞ്ഞ ഒരു വർഷക്കാലം എങ്ങനെയിരുന്നു, പടിപടിയായുള്ള ഈ ആരാധനയുടെ സൗകുമാര്യം, സന്തോഷം, അനുഭവം നാം വിവേചിച്ചറിയുമ്പോൾ ഗായക സംഘത്തിനുള്ള പ്രാമുഖ്യം എത്രമാത്രം വലുതാകുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരും ഒന്നിച്ച് പാടിക്കൊണ്ടിരുന്നതിനെ കൂടുതൽ ക്രമപ്പെടുത്തി ചിട്ടയായി, ഭംഗിയായി, ക്രമമായി ആരാധനയിൽ ഗായക സംഘത്തിന് പ്രാമുഖ്യം ഉണ്ടാകുവാനും ലഭ്യമാകാനും സാധിച്ചു. ഇന്ന് ഗായക സംഘമില്ലാതെ ഒരു ആരാധന നടക്കുന്നത് തന്നെ പ്രയാസമായിരിക്കുന്നു. അതുകൊണ്ട് ഗായക സംഘത്തിൻ്റെ ആരാധനയുള്ള സാന്നിധ്യം, നേതൃത്വം വിലമതിക്കാവുന്നതാണ്. സഭയ്ക്ക് വളരെ ഉയർച്ച ഉണ്ടാക്കി കൊടുത്ത ഈ അനുഗ്രഹകരമായ അനുഭവം നിലനിർത്തുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്രകാരം ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. ആരാധന സ്വർഗത്തോളം എത്തുന്നൊരു ഗോവേണിയാണ് എന്ന് പറയാറുണ്ട്. അത് താഴ്ന്ന നിലയിൽ നിന്ന് ഒരു സമൂഹത്തെ മുഴുവൻ ഒന്നായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനും ഈ രക്ഷയുടെ സന്ദേശം കാലികമായി ആളുകളെ മനസ്സിലാക്കുവാൻ കൂടിയാണ്. ക്രിസ്തീയ കീർത്തനങ്ങൾ, കൺവെൻഷൻ ഗീതങ്ങൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ, കൂടാതെ വിവിധങ്ങളായ മോറാനായ പെരുന്നാളുകളുടെ പാട്ടുകൾ, ഇതെല്ലാം ചേർത്ത് സഭ എത്ര ക്രിസ്റ്റോളജി അതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നു. അത് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹകരമായ ഒരു അനുഭവമാക്കി അതിനെ തീർക്കുന്നു. മെയ് മാസം അവസാനത്തെ ഞായറാഴ്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക്കിൻ്റെ ദിവസമായി സഭ അംഗീകരിച്ചിരിക്കുന്നു. അത് സഭ തന്നെ ഈ സംഘത്തോട് കാണിക്കുന്ന വലിയ പ്രാമുഖ്യമാണ്. അതുപോലെ തന്നെ ഗായക സംഘത്തിനുള്ള ഉത്തരവാദിത്തമാണ്. എല്ലാവരും ചിട്ടയോടുകൂടി വരണം, നന്നായി വരണം, നന്നായി വസ്ത്രം ധരിക്കണം, നല്ല ഒരു ഗ്രൂപ്പായി പ്രവർത്തിക്കണം. ഒരു പൊതുസമൂഹത്തിന് വേണ്ടി ഈ പാട്ടുകളെല്ലാം പഠിച്ച് ആളുകളെ ഒന്നായി ഒരു വലിയ നിലയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണമുള്ള സഭയുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഗായക സംഘവും രൂപീകരണവും അതിൻ്റെ പങ്കാളിത്തവും. നിങ്ങളെല്ലാവരും അതിൽ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് വേണ്ടി സഭയ്ക്കെന്ന് നിങ്ങളോട് നന്ദിയുണ്ട്. ഒരിക്കൽ പോലും വിളിച്ച് താങ്ക് യു എന്ന് പറയാൻ കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങളെ ഓർത്ത സഭ ദൈവത്തിന് നന്ദി പറയുന്നു. വിവിധങ്ങളായ തലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ സഭ മാനിക്കുന്നു. അനുഗ്രഹകരമായ ശുശ്രൂഷ സഭ മുഴുവൻ ഉണ്ടാവണം. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, മാർത്തോമാ സഭയിലെ ഗായക സംഘങ്ങളെല്ലാം കൂടെ, എല്ലാം ഇല്ലെങ്കിൽ ഒരു 100 എണ്ണമെങ്കിലും ഒന്നിച്ച് വന്ന് പാടുക. ചെമ്പെ അതെ, ആ വലിയ മഹോത്സവത്തിൽ നോക്കുമ്പോൾ എല്ലാവരും പാടുകയാണ്, ഒന്നിച്ച് പാടുകയാണ്, ഒരേ പാട്ട് പാടുകയാണ്, താളവും ലയവും ഒന്നിച്ച്. അങ്ങനെ നമുക്ക് SC ഗ്രൗണ്ടിലോ കോട്ടയത്തെ മാമൻ മാപ്പിള ഹോളിൻ്റെ മുമ്പിലുള്ള തിരുനക്കര മൈതാനത്തോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പാടുക. ആളുകൾ കേൾവിക്കാർ വരിക, കേൾവിക്കാർ ചുറ്റും നിന്ന് പാടുക. അങ്ങനെ ഒരു സ്വർഗീയ അനുഭവത്തിൽ വളരാൻ തക്കവണ്ണം ഇന്ന് കഴിയട്ടെ എന്നുള്ള എൻ്റെ ഒരു സ്വപ്നവും ആഗ്രഹവും നിങ്ങളെ ഞാൻ അറിയിക്കട്ടെ. നമുക്കൊന്നിച്ച് പാടാം, ഹൃദയം നിറഞ്ഞ് പാടാം. വെറുതെ പാടുന്നവരുണ്ട്, വായ് കൊണ്ട് പാടുന്നവരുണ്ട്, എന്നാൽ ഹൃദയം കൊണ്ട് പാടുന്നവരുണ്ടാവണം. ഹൃദയത്തിൽ ഈ സുവിശേഷം നിറഞ്ഞ് അത് പുറത്തേക്ക് വന്ന് അത് കേൾക്കുന്നവരും എല്ലാവരും ഉണ്ടാകണം. മനുഷ്യൻ മാത്രമല്ല, പ്രകൃതി പോലും ദൈവത്തിൻ്റെ സംഗീതം കേട്ട് ഉല്ലസിക്കുന്നത് കേൾക്കുന്നു. അതുകൊണ്ട് കൊലോഷ്യൻ ലേഖനത്തിൽ പറയുന്ന പോലെ സർവ്വ സൃഷ്ടികളും ഒരുങ്ങി നിന്ന് ഒന്നായി പാടുന്ന ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ചിട്ടയോടുകൂടിയ, വളരെ ഡിസിപ്ലിനോടുകൂടിയ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ടാവണം. സഭയ്ക്ക് അതൊരു മാതൃകയാണ്, മറ്റ് സമൂഹങ്ങൾക്കത് മാതൃകയാണ്. അപ്രകാരം ഏറ്റവും അനുഗ്രഹീതമായൊരു കൂട്ടായ്മയായി വർദ്ധിക്കുവാനും നേതൃത്വം കൊടുക്കാനും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത താലന്തുകൾ കൊണ്ട് ദൈവം നിങ്ങളെ നിറച്ചവരാണ്. പാടാനും പാട്ട് കേൾക്കാനും പാട്ടിനെ പ്രോത്സാഹിപ്പിക്കാനും ഒന്നിച്ച് പാടാനും ഇതെല്ലാം വിവിധങ്ങളായ അനുഭവങ്ങളാണ്. നമുക്ക് ഇപ്രകാരം മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡിപ്പാർട്ട്മെൻറ്റും സേക്രഡ് മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു താല്പര്യവും ഇത് നിലനിൽക്കണമെന്നൊരു ചിന്തയും ഉണ്ടാവണം. നമ്മുടെ പല പാട്ടുകളും ഇതുവരെ രൂപപ്പെടുവാനോ ചിട്ടപ്പെടുവാനോ കഴിഞ്ഞിട്ടില്ല. പല സമയങ്ങളിൽ പാടേണ്ട പാട്ടുകൾ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ച പാടുന്ന പാട്ടുകൾ വളരെ കുറവാണ്. ലെൻറ്റിനോട് ചേർന്ന് ഓരോ ദിവസവും അതിൻ്റെ പ്രത്യേകത നിറഞ്ഞ
അനുഭവങ്ങൾ പാടുന്ന പാട്ടുകൾ കുറവാണ്. നമ്മുടെ മോറാനായ പെരുന്നാളിലെ പാട്ടുകൾ പലതും വെളിച്ചം കണ്ടിട്ടില്ല. സുറിയാനി രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള 8 നിറങ്ങളിൽ പാടാവുന്ന വിവിധങ്ങളായ പാട്ടുകളും നമുക്കുണ്ടാവണം. അതുകൊണ്ട് സുറിയാനി ഭാഷാ രാഗത്തോടും അതിൻ്റെ സംവിധാനത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആരാധന കുറേ കൂടെ ഹൃദ്യമായും മനോജ്യമായും തീർക്കുന്നതിന് സാധിക്കും. നിങ്ങളെ അതിനുവേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ പാട്ടുകളൊക്കെ തിരികെ കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് കാഴ്ചവെച്ച് അനുഗ്രഹീതമായൊരു കൂട്ടായ്മ സംഘമായി നിലനിൽപ്പാനും വളരുവാനും ഈ കൂടിവരവ് മുഖാന്തരമാവണം. ഇതുപോലെ ഇനി എല്ലാ ഭദ്രാസനങ്ങളും മീറ്റിങ്ങുകളും ഉണ്ടാവണം. ഇന്ന് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഇപ്രകാരം ഗായസംഘങ്ങളുടെ കൂടിവരവുണ്ട്. എല്ലാ ഭദ്രാസനങ്ങളിലും ഉണ്ടാവണം. രജിസ്റ്റർ ചെയ്യാത്ത ഒരു ശാഖയും ഉണ്ടാകരുത്. അതുകൊണ്ട് ഒന്നായി പ്രവർത്തിപ്പാൻ ഈ കൂടിവരവ് മുഖാന്തരമാവട്ടെ. ദൈവനാമം മഹിമപ്പെടട്ടെ. ഉയർപ്പിൻ്റെ സന്ദേശവാഹകരായിരിക്കാൻ നമുക്ക് കഴിയണം. കുറിയലായിസോൻ ഹല്ലേലൂയ, ഇത് രണ്ടും സഭയ്ക്ക് അത്യാവശ്യമായ 2 വലിയ പാട്ടുകളാണ്. ഇത് അതിൻ്റെ അർത്ഥതലത്തിൽ ഇറങ്ങി മുങ്ങിത്തപ്പി ഇതിൻ്റെ സ്നേഹത്തിൽ ഒന്നായി കർത്താവിനെ മനസ്സിലാക്കുവാൻ നമ്മുടെ കൂടിയൊരു സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നന്മ നേർന്നുകൊണ്ടും ഈ സമ്മേളനം ത്തിനെല്ലാം ആശംസയും നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.